നാദാപുരം മേഖലയിലെ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ഒരു സാംസ്കാരിക പരിപാടി സ്നേഹസംഗമം ഈ മാസം 12-ാം തീയതി ഉമ്മത്തൂരിൽ നടക്കുകയാണ്. പരിപാടിയുടെ ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നമ്മോടൊപ്പം ചേരുകയാണ്. ഹലോ, നമ്മുടെ സ്നേഹസംഗമത്തിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളെക്കുറിച്ച് നാട്ടുവിശേഷത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ നാദാപുരം മണ്ഡലത്തിലെയും ഫേസ്ബുക്ക് ഫ്രണ്ട്സിന് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ? പെട്ടെന്ന് ആസൂത്രണം ചെയ്ത പരിപാടിയാണ്. അതെ, ഞാനിങ്ങനെ നാട്ടിൽ വന്ന് പിന്നെ തുണ്ടിയിൽ മൊയ്തു, പുന്നക്കൽ സയ്യിദ്, പിന്നെ സ്നേഹക്കൂടിന്റെ അഡ്മിൻ റിയാസ്, അതുപോലെ അഷ്റഫ് CPG അഡ്മിൻ അഷ്റഫ് പാറക്കടവ്, അതെ, എന്നിവരൊക്കെ കൂടി ചേർന്ന് ആലോചിച്ച് പെട്ടെന്ന് തീരുമാനിച്ചൊരു പരിപാടിയാണിത്. അതെ, നാട്ടിൽ ഉടനീളം നല്ല ഒരു അഭിപ്രായമാണ് ഇങ്ങനെ ഒരു പരിപാടി വെക്കുന്നതില്. അതെ, ഏകദേശം അതിന്റെ ഒരുക്കളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഇനിയിപ്പോ മറ്റന്നാള് 12-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ഉമ്മത്തൂരല്ല, പാറക്കട പരിപാടി പാറക്കടവിലേക്ക് മാറ്റി. ചെറിയൊരു പെർമിഷന്റെ പ്രശ്നം കൊണ്ട് ഇത് പാറക്കടവിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാറക്കടവ് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരം 4-4:30 മണിക്കാണ് പരിപാടി തുടങ്ങുന്നത്. അന്ന് ചില ആൾക്കാരുടെ പ്രഭാഷണമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കലാപരിപാടിയും മാണിക്കോത്ത് റസാഖ് ആൻഡ് സാബിർ ഉമ്മത്തൂർ നയിക്കുന്ന മാപ്പിളപ്പാട്ട് പരിപാടി ഉണ്ട്. അതെ, പരിപാടി എന്തായാലും ഗംഭീരമായിരിക്കും. പ്രതികരണം നാട്ടിൽ നിന്ന് വരുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഫേസ്ബുക്ക് പോലുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. സാധാരണക്കാരായ നമ്മുടെ നാട്ടുകാരുടെ ഇതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ്? തീർച്ചയായും ഇതുപോലത്തെ ഒരു പരിപാടി, ഇതുപോലത്തെ ഒരു പ്രോഗ്രാം ഇതുവരെ നടന്നിട്ടില്ല. നമ്മുടെ പരിചയം നാദാപുരം ഏരിയയിൽ ഇങ്ങനത്തെ പരിപാടി നടന്നിട്ടില്ല. ഞങ്ങളിപ്പോ നാടിപ്പോ പാറക്കടവ് ഈ ഏരിയ ഇപ്പൊ അങ്ങനെ തന്നെ പരിപാടി എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഞങ്ങളോട് എപ്പാ പരിപാടി ചോദിക്കുന്നുണ്ട്. എല്ലാവരും അറിഞ്ഞു പോയി പരിപാടി. ഫേസ്ബുക്കിൽ കൂടി നമ്മളെല്ലാ സുഹൃത്തുക്കളും പരിപാടി അറിഞ്ഞു. അതിൻ്റെതായ ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ തൂക്കി കഴിഞ്ഞിട്ടുണ്ട്. നല്ല പ്രതികരണം, എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത്. ഇങ്ങനെ കൂട്ടായ്മ വേണമെന്നാ പറയുന്നത്. ഇത് സംഭവം ഞങ്ങൾ ക്ഷണിച്ചത് പുറത്തുള്ള ഫേസ്ബുക്കിലുള്ള ആൾക്കാർ മാത്രമേ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുള്ളൂ. പുറത്തുള്ള ആൾക്കാരെ കൂടുതലായി ക്ഷണിച്ചിട്ടില്ല. ശരി, തീർച്ചയായും ഒരു സൗഹൃദ വലയം എന്നതിലുപരി മത, സാമൂഹിക, രാഷ്ട്രീയ അതിർവരമ്പുകൾക്കപ്പുറം നാദാപുരത്തുകാർക്കിടയിൽ ഒരു പുതിയ സന്ദേശം പകർന്നു നൽകാൻ ഈ സ്നേഹ സംഗമത്തിന് കഴിയട്ടെ എന്ന് ഖത്തറിൽ നിന്നും നാട്ടുവിശേഷത്തിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റു സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ മറ്റൊരു സന്തോഷ വാർത്ത അറിയിക്കാനുള്ളത്, ഖത്തറിലും അബ്ബാസ് പാറക്കടവിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരുന്നുണ്ട് എന്നുള്ള ഒരു വാർത്തയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. വിവരങ്ങൾ നൽകിയതിന് ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു മഹ്മൂദ്.